തിരുവനന്തപുരം വെമ്പായത്ത് ആകെ ഉണ്ടായിരുന്ന വീടും നഷ്ടപ്പെട്ട ആശങ്കയിലായ 3 പേരുണ്ട്. പുറമ്പോക്ക് ഭൂമിയിൽ 60 വർഷം താമസിച്ചിട്ടും അവരുടെ നിസ്സഹായ അവസ്ഥ ആരും കാണുന്നില്ല. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അവരുടെ ഏക ആശ്രയമായ വീടും നഷ്ടമായി. അധികാരികൾ കനിയണമെന്നാണ് ഇവരുടെ അപേക്ഷ. ാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കൊണ്ടുവരാൻ ആരുമില്ല. അത് നടന്ന് എല്ലാവരും കൈ നീട്ടി വാങ്ങിച്ച് കൊണ്ട് നടക്കാൻ 5 മിനിറ്റ് അങ്ങോട്ട് നടക്കുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കണം. ഒരു മഴ പെയ്തൊഴിഞ്ഞ് സിന്ധു തിരിഞ്ഞു നോക്കിയപ്പോൾ ആകെയുണ്ടായിരുന്ന കൂരയും നഷ്ടപ്പെട്ടിരുന്നു. തിരുവനന്തപുരം വെമ്പായത്ത് ചെളി കുഴച്ചുണ്ടാക്കിയ ചുമരിനു മീതെ ടാർപ്പാളിൻ വലിച്ചു കെട്ടിയ ഒരുപക്ഷെ വീടെന്ന് പോലും വിളിക്കാൻ കഴിയാത്തിടത്താണ് ഓമനയും സഹോദരിയുടെ മകൾ സിന്ധുവും സിന്ധുവിൻ്റെ 4 വയസ്സുകാരൻ മകനും താമസിച്ചിരുന്നത്. മഴയിൽ എൻ്റെ വല്യമ്മയുടെ വീട് പൂർണ്ണമായിട്ട് തകർന്ന് അവിടെ കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആ വീട്ടിലൊന്ന് കിടക്കാനോ ഒന്നിനും പറ്റില്ല. കയറി നോക്കിയാലേ അറിയാം ആ വീട്ടിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു മനുഷ്യനും കിടക്കൂല. അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. വെമ്പായത്ത് നാരായണം കോണത്തെ സർക്കാർ പുറമ്പോക്കിലാണ് കഴിഞ്ഞ 60 വർഷമായി ഇവർ താമസിക്കുന്നത്. ആകെയുണ്ടായിരുന്ന ആശ്രയം കൂടി നഷ്ടമാകുമ്പോൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യമാണ് മുൻപിലുള്ളത്. ഞങ്ങളിപ്പോൾ വളരെ ദയനീയ അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. കാരണം കിടക്കുന്ന വീട് ഒരു റൂമായാലും അടച്ചുറപ്പുള്ളത് തരാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാടൊന്നും വേണ്ട. തയ്യൽ ജോലിയിലൂടെ സിന്ധുവിന് കിട്ടുന്ന ചെറിയ വരുമാനത്തിലൂടെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിലും കളക്ടറേറ്റിലും പലതവണ കയറിയിറങ്ങിയെങ്കിലും ശൗചാലയം പോലുമില്ലാത്ത ഒറ്റമുറി വീടിന്റെ അവസ്ഥ ആരുടെയും കണ്ണിൽപ്പെട്ടില്ല. പ്രമാണം പതിച്ചു കിട്ടാൻ വേണ്ടി എൻ്റെ കുഞ്ഞ് വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അവനെ ഗർഭിണിയോടായിരുന്ന സമയത്താണ് ഞാൻ ഈ വസ്തു പതിച്ചു കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങി. ഇപ്പം അവന് 4 വയസ്സാവാൻ പോണ്. വീട് നിർമ്മിച്ചു നൽകാൻ പലരും മുന്നോട്ടെത്തിയെങ്കിലും പുറമ്പോക്ക് ഭൂമിയാണെന്ന പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. ചുവപ്പ് നാടയിൽ കുരുക്കാതെ ജനിച്ച നാൾ മുതൽ ജീവിക്കുന്ന ഇടത്ത് സ്വന്തം വീട് വയ്ക്കാനുള്ള അവസരം നൽകി ഒപ്പമുണ്ടെന്നറിയിക്കേണ്ടത് സംവിധാനങ്ങളാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.